ഈ സമയത്ത് എൻ്റെ വല്യമ്മച്ചിയുടെ സാക്ഷ്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അമ്മച്ചിയുടെ അമ്മ സ്നാനപ്പെടുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് 2.5 വയസ്സ് പ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ വലിയൊരു ആളായിരുന്നു. രാജാവിൻ്റെ നിന്ന് നേരിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്ത് രാജാവിൽ നിന്നും ആന ഒക്കെ അവർ ഗിഫ്റ്റായിട്ട് കൊടുത്ത് അങ്ങനെ ആദരിച്ച ഒരു അദ്ദേഹമായിരുന്നു. അവർ ഒരുപാട് വലിയ വീടും വലിയ സൗകര്യവും ഒത്തിരി വേലക്കാരുമായിട്ട് വലിയ ആർഭാടമായി ജീവിക്കുകയായിരുന്നു. എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ അമ്മച്ചിയുടെ അപ്പച്ചൻ, എൻ്റെ വല്യപ്പച്ചനെ അന്ന് സിലോണിൽ ടീച്ചറായിട്ട്, ട്രാവൻകൂർ മഹാരാജാവ് അങ്ങനെ കൊടുത്ത് ടീച്ചറായിട്ട് അവിടെ പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ, നല്ല ഉയർന്ന നിലയിൽ രാജാക്കൾക്ക് എല്ലാവർക്കും നല്ല മാനം ആയിട്ട് അങ്ങനെ പോയിരുന്നൊരു കുടുംബത്തിലായിരുന്നു. എൻ്റെ വല്യമ്മച്ചി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ടപ്പോൾ ആ സ്നാനപ്പെട്ട ഉപദേശിയെ എൻ്റെ വല്യമ്മച്ചിയുടെ അപ്പച്ചൻ ഇടിച്ചിട്ട് അദ്ദേഹം 5-ാമത്തെ ദിവസം മരിച്ചുപോയി. അന്ന് പോലീസിൻ്റെ ഒന്നുമില്ല, അദ്ദേഹത്തെ എവിടെയോ കുഴിച്ചിട്ടു. അന്ന് അവർ തന്നെയാണ് എല്ലാം, പോലീസിനേക്കാളൊക്കെ വലിയ അവർ തന്നെയാണ്. എൻ്റെ വല്യമ്മച്ചിയുടെ 3 വിരൽ ഒടിച്ചു. വലതുകൈയുടെ 3 വിരലും ഇടതുകൈയുടെ 1 വിരൽ ഒടിച്ചിട്ട് ഒരുപാട് ഒടിച്ചിട്ട് വലിയ വീടാണ്, ആ വീട്ടിലിടാതെ തേങ്ങ പിരിച്ച് ഇടുന്ന ആ തേങ്ങാക്കൂട്ടിലിട്ടു. വേലക്കാരോട് പറഞ്ഞു വെള്ളം പോലും കൊടുക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം വല്യമ്മച്ചിയുടെ അപ്പച്ചൻ വലിയ ആളാണ്. അദ്ദേഹം പല കാര്യങ്ങളിൽ പൊളിറ്റിക്കൽ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാര്യത്തിൽ അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ല. വല്യമ്മച്ചി മൂത്ത മകളാണ്, വേറെ 6-7 മക്കളുമുണ്ട്. 14-ാം ദിവസം വേലക്കാർ നോക്കിയപ്പോൾ ജനലിൽ കൂടെ വല്ലാത്ത നാറ്റം വരുന്നു. അവർ കതക് തുറന്ന് നോക്കിയപ്പോൾ വല്യമ്മച്ചിക്ക് അല്പം പ്രാണൻ മാത്രമുണ്ട്. പിന്നെ അവരെ രഹസ്യമായ ഒരു മുറിയിൽ വെച്ച് ശുശ്രൂഷിച്ച് 1 മാസത്തിനുള്ളിൽ അമ്മച്ചിക്ക് ആരോഗ്യമായിട്ട് വീണ്ടും അപ്പച്ചൻ്റെ അടുക്കൽ വന്നു, വല്യമ്മച്ചിയുടെ അപ്പച്ചൻ്റെ അടുക്കൽ വന്നു. ഉടനെ കണ്ടു, നീ ഇതുവരെ ചത്തുപോയില്ലയോ, ഇതാണെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നീ യേശുവിനെ തലപ്പ്, നീ സ്നാനപ്പെട്ട തെറ്റായി എന്ന് പറയുക, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ ഇനി ഇരുത്തുകയെന്ന് പറഞ്ഞു. ഉടനെ അമ്മച്ചി പറഞ്ഞു, ഞാൻ ഒരു കാലത്തും സ്നാനപ്പെട്ട തെറ്റായെന്ന് പറയുകയില്ല. അപ്പോഴേക്ക് കേബിളിൽ കൂടെ സന്ദേശം കൊടുത്ത് എൻ്റെ വല്യപ്പച്ചനും വന്നപ്പോൾ വല്യമ്മച്ചിയുടെ അപ്പച്ചനും വന്നു. എൻ്റെ വല്യപ്പച്ചനും കൂടെ വന്നപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് 2.5 വയസ്സേ ഉള്ളൂ. അമ്മച്ചിയുടെ കഴുത്തിൽ കൊടുത്തിട്ട് കഴുത്തേലൊരു ബോർഡിൽ എഴുതിയിട്ടു, ഈ കുഞ്ഞ് ഞങ്ങളുടേതല്ല, ഇവൾ ഉപദേശിമാരുടെ കൂടെ പോയി അങ്ങനെ ഉണ്ടായതാണ്, ഇവരെ ഒരു വീട്ടിലും കയറ്റരുതെന്ന് പറഞ്ഞ് ചെണ്ട കൊട്ടി 6 മൈൽ ദൂരെ കൊണ്ടുവിട്ടു. അപ്പം 3 വിരൽ ഒടിഞ്ഞതാണ്, വലതുകൈയുടെ 3 വിരൽ ഒടിഞ്ഞാണ്, ഇടതുകൈയുടെ 2 വിരൽ ഒടിഞ്ഞതാണ്. അന്ന് ഒരു വീട്ടിൽ വേല ചെയ്താൽ ആഹാരം കിട്ടിയില്ല. പല വീടുകളിൽ പാത്രങ്ങൾ കഴുകി എൻ്റെ അമ്മച്ചിയും അമ്മയും കൂടെ അങ്ങനെ ജീവിതം കഴിച്ചു. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയുടെ അപ്പച്ചൻ ആനപ്പുറത്ത് വരികയായിരുന്നു. അവർക്ക് സ്വന്തമായിട്ടുള്ള ആനയും രാജാവ് കൊടുത്തു ആനയും 4-5 ആനയുണ്ടായിരുന്നു. ആനയിൽ കൂടെ വരികയായിരുന്നു. അപ്പോൾ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് ആനപ്പുറത്തിരുന്ന് വരിക്കാൻ പ്രയാസമായി. അപ്പോൾ ഇറങ്ങി, അപ്പോൾ നടക്കുവാൻ തുടങ്ങി. അപ്പോൾ സന്ധ്യയായപ്പോൾ പോകാൻ, അന്ന് ടോർച്ച് ഒന്നുമുള്ള കാലമല്ല, ഇലക്ട്രിക് ലൈറ്റ് ഒന്നുമുള്ള കാലമല്ല, ടോർച്ച് ഒന്നുമുള്ള കാലമല്ല, ചൂട്ട്, ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് ചൂട്ടുണ്ടാക്കും. അപ്പോൾ ഒരു വീട്ടിൽ കതക് തട്ടി ചോദിച്ചു, ഇവിടെ ചൂട്ടുണ്ടോ? ആ വീട്ടിൽ എൻ്റെ വല്യമ്മച്ചി വീട്ടുവേലക്കാരിയായിരിക്കുകയായിരുന്നു. അവർക്കെല്ലാം അത്താഴമെല്ലാം കൊടുത്തിട്ട് പാത്രങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അമ്മച്ചിക്ക് മനസ്സിലായി ഇതെൻ്റെ അപ്പച്ചനാണെന്ന്. ചൂട്ട് കൊടുത്തു. അപ്പോൾ ചോദിച്ചു, വിശക്കുന്നു, വല്ല ആഹാരമുണ്ടോ? അപ്പോൾ തനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ആഹാരം, വെച്ചിരുന്ന പാത്രത്തിൻ്റെ എടുത്തിരുന്ന ആഹാരം വല്യപ്പച്ചന് കൊടുത്തു. അദ്ദേഹം ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ടുടനെ പോയപ്പോൾ ചോദിച്ചു, ചൂട്ട് മതിയോ എന്ന് ചോദിച്ചു. ഉടനെ ശബ്ദം കേട്ടപ്പോൾ, നീ എൻ്റെ മകളാണോ? അതേ അപ്പച്ച, ഞാൻ മകളാണ്. ഞാൻ നിന്നെ അടിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി 2 വർഷമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു, ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് 4.5 വയസ്സായി. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ എടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ കുടിച്ചിട്ടുണ്ട്, കുറച്ചു നേരം എടുക്കും, പിന്നെ നിർത്തും, പിന്നെ നടത്തും, പിന്നെ എടുക്കും, അങ്ങനെ എടുത്തു വന്നു. 11-ാമത്തെ ദിവസം 22 പേർ ഒന്നിച്ച് സ്നാനപ്പെടുവാനിടയായി. കർത്താവിന് സ്തോത്രം. അപ്പോൾ എൻ്റെ വല്യമ്മച്ചി കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. തങ്ങളുടെ കുടുംബത്തിന് പേര് മോശമെന്ന് വന്ന് അടി കൊണ്ട് തേങ്ങാക്കൂട്ടിനകത്ത് കിടക്കേണ്ടി വന്നു. ഹല്ലേലൂയ. എങ്കിലും
അറിഞ്ഞ സത്യത്തിന് നിന്നതിനാൽ 2 വർഷം വെറുതെ വേറ്റുവേലക്കാരുടെ വീട്ടുവേല ചെയ്യേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ 22 പേര് ഉപദ്രവിച്ച ആ അപ്പച്ചനും വല്യപ്പച്ചനും എല്ലാവരും കൂടെ ഒന്നിച്ച് സ്നാനമേൽക്കുവാൻ കർത്താവ് കൃപ നൽകി. ഞാനിത് പറഞ്ഞത് പലരും തങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ നരകത്തിൽ പോകും. ഒരു പക്ഷേ നിങ്ങൾ സ്നാനപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള അച്ഛനും സ്നാനപ്പെട്ടെന്ന് വന്നേക്കാം, നിങ്ങളുടെ കുടുംബത്തിലുള്ള മെത്രാച്ചനും സ്നാനപ്പെട്ടു എന്ന് വന്നേക്കാം. ആകയാൽ ദൈവത്തോടുള്ള സമ്പർക്കത്തിലാണ് നിങ്ങൾ പോകുന്നത്, ദൈവത്തോടുള്ള സമ്പർക്കത്തിൽ. അതുകൊണ്ടാണ് അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. ഇപ്പോൾ നിങ്ങൾ സ്വജനത്തെയും പിതൃഭവനത്തെയും നോക്കിക്കൊണ്ട് നിങ്ങൾ സ്നാനപ്പെടാതെ ദൈവത്തിൻ്റെ പിൻപാതെ പോകാതെ ഇരുന്നാൽ നിങ്ങൾ മരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ നിങ്ങളെ കൊണ്ടടക്കും. അവർ ഇത് പറയുകയില്ല, എൻ്റെ പ്രിയ സഹോദരൻ ഞങ്ങളോട് ചേർന്ന് സ്നാനപ്പെടാതെ നിന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കൂടെ ഇവൻ്റെ കൂടെ മരിച്ചു കളയാമെന്ന് പറയുകയില്ല. മരണം വന്ന് നിങ്ങളെ വേർപെടുത്തും. എന്നാൽ അതിനു മുൻപേ ഇന്ന് രാത്രി വീണ്ടും സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, നിന്റെ സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ഓർക്കും. ആകയാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവർ, ഇതിനു മുൻപായി അനേക ദൈവദാസന്മാരിൽ കൂടെ വചനം കേട്ട പ്രിയപ്പെട്ടവർ, സത്യമറിഞ്ഞ പ്രിയപ്പെട്ടവർ, സത്യത്തിനിറങ്ങാതെ അല്പമെങ്കിലും മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഈ രാത്രി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തീരുമാന രാത്രിയായി തീരട്ടെ. ഞാനിതാ